ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ കണ്ട ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പോളം ചെറുപരിപ്പ് നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചതാണ്. അല്പം മഞ്ഞൾപ്പൊടിയുണ്ട്, പെരുംജീരകം ഇത്രയുണ്ട്. ബാക്കി നമുക്ക് കാണാം. ഞാൻ ഈ പൊടി ഒന്ന് നനച്ചെടുക്കാൻ പോകുന്നു. ഒരൽപ്പം ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പ്. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നെയ്യും ഉപ്പും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണമല്ലോ. ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇത് സാധാരണ കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കണം. ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു സംഭവമാണ്. ഞാൻ റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സാധാരണ കാണുന്നതിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരൽപ്പം വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തരം ജീരകം വെച്ചിട്ടുണ്ടായിരുന്നു. പെരുംജീരകം, ചെറിയ ജീരകം, രണ്ടും കൂടെ ഒരുമിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, മൂത്ത് വരണം. നമ്മളുടെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈ പരിപ്പുണ്ടല്ലോ, ഈ പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വെന്ത പരിപ്പാണ്, അധികം വെള്ളമില്ല. ഇതിലേക്ക് ആ 3/4 കപ്പോളം കടലപ്പൊടി അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മാവ് കഴിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കണം. ഇനി അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 പിഞ്ച് കായപ്പൊടി. കായം ഓവറായ ചീത്തച്ചവ വരും. ഞാനിപ്പോൾ ഇഞ്ചി ചതച്ചിടുകയാണ്. ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കാണാം. ഉള്ളി എടുത്തിട്ടുണ്ട്. അത് പരത്താം. ഇതെടുത്ത് കുറച്ചെടുത്ത് നടുക്ക് വയ്ക്കുകയാണ്. ഒരല്പം വെച്ചാൽ മതി. ഇനി നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാം. പതുക്കെ ഒന്ന് പരത്താം.
നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരു 7. ഉണ്ടാക്കുവാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ദാൽ കച്ചോരിക്ക് പകരം നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ എൻ്റെ പുതിയ കണ്ടുപിടുത്തത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കച്ചോരിയാണ്. പക്ഷേ ഇത് അവർ ശരിക്കും ഉണ്ടാക്കണ പരിപ്പെല്ലാം വറുത്ത് പൊടിച്ചുണ്ടാക്കും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഇത് നല്ല പെട്ടെന്നാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഉണ്ടാക്കിയത് ആദ്യം തന്നെ കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു. നോക്കാം നമുക്ക്. ഈ ഏറ്റവും മുകളിൽ കണ്ണ് കുഞ്ഞനുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ കാക്കക്കുട്ടന്മാർക്കാണ്. ഇവിടെ ദിവസവും കാക്കകൾ വരും. അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ഭയങ്കര ബഹളമാണ്. ഇവിടെ ഒന്ന് ഒച്ച വെച്ച് ശരിയാക്കി കളയുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാക്കിയാലും അവർക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഒരെണ്ണം.